അന്യ നഗരത്തിൽ പഠിക്കാനെത്തുന്ന ഒരു വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം വാടകയ്ക്ക് എടുക്കുന്ന ഫ്ളാറ്റിനേക്കാളും PGയേക്കാളും ഏറ്റവും സുരക്ഷിതമായി കരുതപ്പെടുന്നത് ലേഡീസ് ഹോസ്റ്റലുകളാണ്. എന്നാൽ ആന്ധ്രാപ്രദേശിൽ വാർഡനും സെക്യൂരിറ്റിയുമുള്ള പെൺകുട്ടികൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ഒരു ലേഡീസ് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു രാത്രി ആ ഹോസ്റ്റലിലെ 1ാം വർഷ വിദ്യാർത്ഥിനിക്ക് നേരെ നടന്ന സംഭവം, ആ കേസ് അതിനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭയാനകമായ ലേഡീസ് ഹോസ്റ്റൽ ക്രൈമാക്കി മാറ്റി. ഈ കേസിന്റെ അന്വേഷണം ആ പെൺകുട്ടിയുടെ കുടുംബത്തെ മാത്രമല്ല, മറ്റു പല കുടുംബങ്ങളെയും കൂടിയാണ് തകർത്തത്. ഇത് ആയിഷ മീരയുടെ കഥയാണ്. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും ദുരൂഹമായ ഒരു കൊലപാതകത്തിന്റെ കഥ. ആന്ധ്രാപ്രദേശിലെ തെന്നാലി കൃഷ്ണനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ നഗരം. അവിടെയുള്ള ഒരു സ്കൂളിൽ സയ്യിദ് ഇഖ്ബാൽ ബാഷ എന്ന അധ്യാപകൻ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഷംഷാദ് ബീഗം ഒരു വുമൺസ് കോളേജിലെ ലെക്ചറായിരുന്നു. ഭാര്യയും ഭർത്താവും അധ്യാപകർ. അവരുടെ ജീവിതം ചെറിയ ക്ലാസുകൾ, പരീക്ഷ, പഠനപുസ്തകങ്ങൾ, ചോക്ക്, ഡസ്റ്റർ എന്നിവയാൽ ചുറ്റപ്പെട്ടതായിരുന്നു. ലളിതവും കഠിനാധ്വാനം നിറഞ്ഞതുമായ ഒരു ജീവിതം. എന്നാൽ തങ്ങളുടെ ജീവിതം എത്രത്തോളം ലളിതമാണോ അത്രത്തോളം അപകടകരമായ ഒന്നിലേക്ക് അത് മാറാൻ പോവുകയായിരുന്നുവെന്ന് അവരറിഞ്ഞിരുന്നില്ല. അവർക്ക് സയ്യിദ ആയിഷ മീര എന്നു പേരുള്ള ഒരു മകളുണ്ടായിരുന്നു. വിജയവാഡ നഗരത്തിന് സമീപമുള്ള നിർമ്മ കോളേജ് ഓഫ് ഫാർമസിയിൽ ബാച്ചിലർ ഇൻ ഫാർമസി 1ാം വർഷത്തിലേക്ക് അവൾക്ക് പ്രവേശനം ലഭിച്ചു. ജന്മനാടായ തെന്നാലിയിൽ നിന്ന് അത് വളരെ അകലെയായിരുന്നു. അതിനാൽ മാതാപിതാക്കളെ പിരിഞ്ഞ് ആയിഷയ്ക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നു. എന്നാൽ അതിനു മുന്നേ അച്ഛൻ അവിടെ പോയി സ്വയം കാര്യങ്ങളെല്ലാം കണ്ട് ഉറപ്പുവരുത്തിയിരുന്നു. ആലോചിച്ചുറപ്പിച്ച ശേഷം അദ്ദേഹം ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. വെസ്റ്റ് ഇബ്രാഹിം പട്ടണത്തുള്ള ശ്രീ ദുർഗ ലേഡീസ് ഹോസ്റ്റൽ. 3 നിലകളുള്ള കെട്ടിടമായിരുന്നു അത്. പ്രധാന ഗേറ്റിൽ എപ്പോഴും പൂട്ടുണ്ടായിരുന്നു. വാർഡൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പഠനത്തിന്റെ ആവശ്യത്തിനായി വന്ന ധാരാളം പെൺകുട്ടികൾ മുൻപ് തന്നെ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ആ സ്ഥലം തികച്ചും സുരക്ഷിതമായി അദ്ദേഹത്തിന് തോന്നി. ആയിഷ ഒടുവിൽ സ്വന്തം വീട് വിട്ട് ഒരു പുതിയ നഗരത്തിലേക്ക്, പുതിയ കോളേജിലേക്ക്, പുതിയ മുറിയിലേക്ക് എത്തിച്ചേർന്നു. ആദ്യത്തെ 2-3 മാസങ്ങൾ വളരെ ശാന്തമായി കടന്നുപോയി. കെമിസ്ട്രി, ഫാർമക്കോളജി, ബയോളജി എന്നിവയെല്ലാം അവൾ പഠിച്ചുകൊണ്ടിരുന്നു. ഹോസ്റ്റലിലെ മറ്റു പെൺകുട്ടികളുമായി സൗഹൃദത്തിലായി. മുറിയിൽ ആയിഷയുടെ പക്കൽ ആളുകളെ അല്പമൊന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തു ഉണ്ടായിരുന്നു. ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയായിരുന്നിട്ടും അവളുടെ പക്കൽ ശ്രീ അരബിന്ദോയുടെ ചിത്രമുണ്ടായിരുന്നു. വെങ്കിടേശ്വര ഭജനകളും അവൾക്കറിയാമായിരുന്നു. വിഷ്ണു സഹസ്രനാമം പൂർണ്ണമായും മനപ്പാഠമായിരുന്നു. അതിരുകൾക്കപ്പുറം ചിന്തിക്കാൻ കഴിവുള്ള പെൺകുട്ടിയായിരുന്നു അവൾ. വിശാലമായ മനസ്സോടെയാണ് അവൾ ജീവിച്ചിരുന്നത്. തുടർന്ന് ഡിസംബർ മാസം, ക്രിസ്മസ് അവധിക്കാലം എത്തി. ഭൂരിഭാഗം പെൺകുട്ടികളും അവധിക്ക് നാട്ടിലേക്ക് പോയി. എന്നാൽ വീട്ടിൽ പോകാതെ ഹോസ്റ്റലിൽ തന്നെ തങ്ങിയ ചില പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ആയിഷയും അവരിൽ ഒരാളായിരുന്നു. അങ്ങനെ ഡിസംബർ 26 രാത്രി. ആദ്യം എല്ലാം സാധാരണ പോലെയായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ച് സംസാരിച്ചിരുന്നു. അതിനുശേഷം ലൈറ്റുകൾ ഓഫ് ചെയ്ത് എല്ലാ പെൺകുട്ടികളും തങ്ങളുടെ മുറികളിലേക്ക് പോയി. എന്നാൽ ആ രാത്രിയുടെ ഇരുട്ടിൽ ആ ഹോസ്റ്റലിൽ എന്തോ ഒന്ന് സംഭവിച്ചു. വളരെ ഭയാനകമായ എന്തോ ഒന്ന്. ഡിസംബർ 27 പുലർച്ചെ ആയിഷയുടെ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച, അത് കേവലം കാണുമ്പോൾ മാത്രമല്ല, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആരുടെയും കാലുകൾ വിറച്ചു പോകുന്നതായിരുന്നു. തെന്നാലിയിലുള്ള ആയിഷയുടെ മാതാപിതാക്കളുടെ ഫോൺ റിങ് ചെയ്തു. അധ്യാപകരായ ആ ദമ്പതികൾ പതിവ് പോലെ തങ്ങളുടെ ലളിതമായ ജീവിതത്തിന്റെ ദിനചര്യകൾ തുടങ്ങുകയായിരുന്നു. ഫോൺ എടുത്തപ്പോൾ ആയിഷയുടെ ഹോസ്റ്റൽ വാർഡന്റെ ഭർത്താവിന്റെ ശബ്ദമായിരുന്നു അത്. ആയിഷയുടെ ആരോഗ്യം അത്ര ശരിയല്ല എന്നും അവളുടെ അവസ്ഥ ഗുരുതരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിയുന്നത്ര വേഗത്തിൽ അവിടെ എത്താൻ ആവശ്യപ്പെട്ടു. പൂർണ്ണമായ സത്യം താങ്ങാൻ അവർക്ക് കഴിയില്ല എന്ന് കരുതി അദ്ദേഹം അത് അവരോട് പറഞ്ഞില്ല. ആശുപത്രി ചിലവ് കൂടുതലായിരിക്കുമെന്ന ചിന്തയിൽ വീട്ടിലുണ്ടായിരുന്ന പണമെല്ലാം എടുത്ത് ആയിഷയുടെ മാതാപിതാക്കൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വിജയവാഡയിലേക്ക് തിരിച്ചു. ലേഡീസ് ഹോസ്റ്റലിന് സമീപം എത്തിയപ്പോൾ വഴിയിലുടനീളം ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത് അവർ കണ്ടു. എന്തോ വലിയ സംഭവം നടന്നതുപോലെ. ഇത് കണ്ട് അവർ കൂടുതൽ പരിഭ്രാന്തരായി. ഹോസ്റ്റലിലെത്തിയ അവർ നേരെ 2ാം നിലയിലുള്ള ആയിഷയുടെ മുറിയിലേക്ക് ഓടിയെത്തി. മുറിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ പൂർണ്ണമായും ചുവന്ന നിറത്തിലായ തറയാണ് അവർ കണ്ടത്. തുടർന്ന് ബാത്റൂമിൽ കിടക്കുന്ന മകൾ ആയിഷയെ അവർ കണ്ടു. ആയിഷയുടെ മൃതദേഹം ബാത്റൂമിലാണ് കിടന്നിരുന്നത്. വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങും രക്തനിറം മാത്രം. അവളുടെ നെഞ്ചിൽ ഒരു സ്കെച്ച് പേന കൊണ്ട് ആരോ ഹെച്ച് പ്രേമചിരുത എന്ന് എഴുതിയിരുന്നു. തെലുങ്കിൽ പ്രേമ എന്നാൽ സ്നേഹമെന്നും ചെറുത എന്നാൽ പുള്ളിപ്പുലി എന്നുമാണ് അർത്ഥം. അവളുടെ മുറിയിൽ കൊലയാളി തന്നെ ഉപേക്ഷിച്ചു പോയ ഒരു കൈയെഴുത്ത് കത്തും ഉണ്ടായിരുന്നു. ഹോസ്റ്റലിലെ പെൺകുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ആ ഒരു കത്ത്.
ആയിഷയുടെ കൊലപാതകത്തിന് മാത്രമല്ല അവളോട് ചെയ്ത ക്രൂരതകൾക്കും ക്ഷമാപണം ചോദിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ ഒരു കത്ത്. അവസാനം ഒരു ഹൃദയത്തിന്റെ ചിഹ്നവും വരച്ചിട്ടുണ്ടായിരുന്നു. കട്ടിലിൽ രക്തത്തിൽ കുതിർന്ന ഒരു തലയണ കിടപ്പുണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷവും കൊലയാളി ഏറെ നേരം അവിടെ തങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. പിറ്റേന്ന് തന്നെ വിജയവാഡ ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടന്നു. മരണകാരണം പെട്ടെന്നുണ്ടായ ശക്തമായ ആഘാതമാണെന്ന് ഡോക്ടർമാരുടെ റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. ആക്രമണം വളരെ പെട്ടെന്നായിരുന്നതിനാൽ ആയിഷയ്ക്ക് പ്രതിരോധിക്കാൻ പോലും സാധിച്ചില്ല. പോലീസ് കൊലപാതകം നടന്ന സ്ഥലം മുഴുവനും റീകൺസ്ട്രക്ട് ചെയ്തു. കൊലപാതകി മുറിയിലേക്ക് കടന്നത് രാത്രി ഇരുട്ടിൽ ഏകദേശം ഒരു 2 മണിക്കായിരുന്നു. ആയിഷ ഉറക്കത്തിലായിരുന്നു. കടുത്ത തണുപ്പായതിനാൽ അവൾ മുഖം പുതപ്പുകൊണ്ട് മൂടിയിരുന്നു. കൊലയാളി അടുത്തുണ്ടായിരുന്ന ഭാരമുള്ള ഒരു വസ്തുവെടുത്ത് അവളെ ആക്രമിച്ചു. ഒരൊറ്റ അടി കൊണ്ട് തന്നെ ആയിഷയ്ക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയായി. തുടർന്ന് അയാൾ അവളെ വലിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. ആയിഷയോട് ഈ ക്രൂരത മുഴുവനും ചെയ്ത ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഒരു കത്തും പ്രേമചരിത എന്നെഴുതിയ വാക്കും മാത്രം വെച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നും പോയി. ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ആരും ഇതൊന്നും അറിഞ്ഞതേയില്ല. യാതൊരു ശബ്ദവുമില്ല, ആരുടെയും കാൽപെരുമാറ്റമില്ല, ആരുടെയും നിലവിളിയുമില്ല. ഒരു രാത്രി മുഴുവൻ വെറും 40 അടി മാത്രം അകലെ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ആരും ഒന്നും അറിഞ്ഞില്ല. പോലീസ് കുറ്റകൃത്യം നടന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും ഒരുപാട് സമയം വൈകിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഹോസ്റ്റലിന്റെ പ്രധാനപ്പെട്ട ഗേറ്റ് പൂർണ്ണമായും കേടുപാടുകളൊന്നുമില്ലാതെ ഭദ്രമായിരുന്നു. പൂട്ട് പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു വാതിലും ബലപ്രയോഗത്തിലൂടെ തുറന്നിരുന്നില്ല. എന്തിന്? ആരും മതിൽ ചാടി കടന്നതിന്റെ ലക്ഷണങ്ങൾ പോലും ഇല്ലായിരുന്നു. അതായത് അകത്ത് കടന്നയാൾക്ക് ഒന്നുകിൽ ആരെങ്കിലും വഴി തുറന്നു കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അയാൾ നേരത്തെ തന്നെ ഹോസ്റ്റലിനകത്ത് ഉണ്ടായിരുന്നിരിക്കണം. ശരിയായ സമയത്ത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അന്വേഷണത്തെ മറ്റൊരു ദിശയിലേക്ക് നയിക്കുമായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഇത്. ആ ചോദ്യത്തിൽ നിന്ന് ഒഴിവാകേണ്ടത് ആർക്കോ വളരെ അത്യാവശ്യമായിരുന്നു. ഫോറൻസിക് സംഘം എല്ലാ സാമ്പിളുകളും ശേഖരിച്ച് ഹൈദരാബാദിലുള്ള ആന്ധ്രാപ്രദേശ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചു. എന്നാൽ പിന്നീട് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കേസ് ആദ്യത്തെ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ കൊല്ലപ്പെട്ടു എന്നാണ്. അതായത് കുറ്റകൃത്യം നടന്ന സ്ഥലം പോലീസ് കൃത്യമായി സംരക്ഷിച്ചില്ല. തെളിവുകൾ നശിച്ചുപോയി. ഫോറൻസിക് പരിശോധനയുടെ അടിസ്ഥാനം തന്നെ സംശയ നിഴലിലായി. എന്നാൽ പൊതുജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു എന്ന് മാത്രമാണ് അവർക്കറിയാമായിരുന്നത്. വിജയവാഡ നഗരത്തിൽ വാർത്ത പടർന്നതോടെ ഒരു പേര് ഉയർന്നു വന്നു: കുനേരു സതീഷ്. ഇബ്രാഹിം പട്ടണത്തെ ഗ്രാമപഞ്ചായത്ത് സർപഞ്ചായിരുന്നു അയാൾ. അയാളുടെ മുത്തശ്ശൻ കുനേരു രംഗാറാവു ആന്ധ്രാപ്രദേശിലെ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേറ്റീവ് മന്ത്രിയും ഡെപ്യൂട്ടി CM റാങ്കിലുള്ള ആളുമായിരുന്നു. എന്നാൽ അയാൾക്ക് ഈ ലേഡീസ് ഹോസ്റ്റലുമായി എന്തായിരുന്നു ബന്ധം? ആ ബന്ധം നേരിട്ടുള്ളതായിരുന്നു. സി ദുർഗ ലേഡീസ് ഹോസ്റ്റലിലെ വാർഡനായിരുന്ന കുനേരു പത്മയ്ക്ക് സതീഷുമായി അടുപ്പമുണ്ടായിരുന്നു. സതീഷും അയാളുടെ കൂട്ടുകാരനും ഹോസ്റ്റലിൽ പതിവായി വരാറുണ്ടായിരുന്നുവെന്ന് ആയിഷയുടെ മാതാപിതാക്കൾ ആരോപിച്ചു. വാർഡന്റെ മുറിയിൽ പാർട്ടികൾ നടക്കാറുണ്ടായിരുന്നു. രാത്രികാലങ്ങളിലും ആളുകൾ വന്നു പോയിരുന്നു. ഈ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും മാധ്യമങ്ങളുടെയും പക്കലെത്തി. തുടർന്ന് പോലീസ് നടപടിയെടുത്തു. അവർ സതീഷിനെ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയനാക്കി. 20 ചോദ്യങ്ങൾ വീതമുള്ള 3 ചോദ്യാവലികൾ തയ്യാറാക്കി. അതിലെ 2 ചോദ്യങ്ങൾ എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. നിങ്ങൾക്ക് ഹോസ്റ്റൽ ഉടമയെ അറിയാമോ? ഈ ചോദ്യത്തിന് സതീഷ് ഇല്ല എന്നുത്തരം നൽകി. ഗ്രാഫ് അത് കള്ളമാണെന്ന് കാണിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിനും അയാൾ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ അപ്പോഴും ഗ്രാഫ് വീണ്ടും അത് കള്ളമാണെന്ന് സൂചിപ്പിച്ചു. എന്നാൽ പോളിഗ്രാഫ് പരിശോധനാ ഫലം കോടതിയിൽ തെളിവായി സ്വീകരിക്കില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. എങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ദിശ കാണിക്കുന്ന ഒരു വഴികാട്ടിയായിരുന്നു അത്. പക്ഷെ ആ ദിശ സതീഷിലേക്ക് നീളുന്നത് കൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയില്ല. പത്രസമ്മേളനങ്ങളോ പ്രസ്താവനകളോ യാതൊരു നടപടികളോ ഉണ്ടായില്ല. സതീഷിന്റെ പേര് സർക്കാരിന്റെ ഏതാനും ഫയലുകളിൽ മാത്രമായി ഒതുങ്ങി. സംഭവം നടന്ന ഏതാനും മണിക്കൂറുകൾക്കകം പോലീസ് ആയിഷയുടെ സ്വന്തം നാടായ തെന്നാലിയിൽ നിന്ന് 3 പേരെ അറസ്റ്റ് ചെയ്തു. ഫരീദ്, ഭദ്രി, കിഷോർ. ആയിഷയുടെ നാട്ടുകാരാണ് എന്നതുകൊണ്ട് മാത്രം. അവർക്ക് ഈ കേസുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. തെളിവുകളും ഇല്ലായിരുന്നു. ദിവസങ്ങൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ 3 പേരെയും വെറുതെ വിട്ടു. അപ്പോഴേക്കും വിജയവാഡയിലെ തെരുവുകൾ പ്രതിഷേധത്താൽ പുകയുകയായിരുന്നു. ഉള്ളിലെ രാഷ്ട്രീയം എന്തു തന്നെയായാലും പുറത്ത് ആന്ധ്രാപ്രദേശ് കത്തിയെരിയുകയായിരുന്നു. പ്രതിഷേധ പ്രകടനങ്ങൾ, മാർച്ചുകൾ, ധർണകൾ, മനുഷ്യാവകാശ സംഘടനകൾ, മഹിളാ സംഘടനകൾ, വിദ്യാർത്ഥി യൂണിയനുകൾ എല്ലാവരും തെരുവിലിറങ്ങി. പ്രമുഖ പത്രങ്ങളുടെ എല്ലാം പ്രധാന വാർത്ത ആയിഷയുടെ ചിത്രമായിരുന്നു. തെലുങ്ക് ചാനലുകളിൽ രാപ്പകലില്ലാതെ വാർത്തകൾ പ്രക്ഷേപണം ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ആയിഷയുടെ മാതാപിതാക്കളായ ഇഖ്ബാൽ ഭാഷിയും ഷംഷാദ് ബീഗവും ക്യാമറകൾക്കും മാധ്യമങ്ങൾക്കും മുന്നിൽ ജീവിക്കാൻ നിർബന്ധിതരായി. അച്ഛൻ ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു: എന്റെ മകളുടെ കൊലയാളി ഇപ്പോഴും സ്വതന്ത്രനായി നടക്കുകയാണ്.
അവൻ ആരാണെന്ന് പോലീസിന് അറിയാം, പക്ഷേ അവരവനെ പിടികൂടുന്നില്ല. ആയിഷയുടെ അമ്മ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ്. ഞങ്ങൾ ഞങ്ങളുടെ മകളെ ഒരിക്കലും 4 ചുവരുകൾക്കുള്ളിൽ തടഞ്ഞു വെച്ചിട്ടേയില്ല. പഠിക്കാനും മുന്നേറാനുമാണ് അവളെ പുറത്തേക്ക് അയച്ചത്. എന്നിട്ടും ഞങ്ങൾക്കിതാണ് സംഭവിച്ചത്. ഇത്തരം വാക്കുകൾ ജനങ്ങളുടെ ഉള്ളുലച്ചു. ജനരോക്ഷവും സമ്മർദ്ദവും സഹിക്കാനാകാതെ ഒടുവിൽ ആയിഷയുടെ അച്ഛന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് വിളിപ്പിച്ചു. കൂടിക്കാഴ്ച നടന്നു. എന്നാൽ ആയിഷയുടെ മാതാപിതാക്കൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് അവിടെ സംഭവിച്ചത്. മുഖ്യമന്ത്രി ആ കുടുംബത്തിന് സാമ്പത്തിക ധനസഹായം വാഗ്ദാനം ചെയ്തു. എന്നാൽ ആയിഷയുടെ അമ്മ ഷംഷാദ് ബീഗം പറഞ്ഞു, ഞാൻ മുൻപ് മുഖ്യമന്ത്രിയുടെ വലിയൊരു ആരാധകയായിരുന്നു. എന്നാൽ അദ്ദേഹം എനിക്ക് പണം വാഗ്ദാനം ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. റോഡ് അപകടം പോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ നടക്കുമ്പോഴല്ലേ നഷ്ടപരിഹാരം നൽകുന്നത്? ഒരമ്മയുടെ മനസ്സ് നീറിപ്പുകയുകയായിരുന്നു. അവർ തളർന്നു പോയില്ല. അവരുടെ ഒരേയൊരു ചോദ്യം ഇതായിരുന്നു, ഇത് നിങ്ങളുടെ മകളായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ധനസഹായം സ്വീകരിക്കുമായിരുന്നോ? ആ ചോദ്യത്തിന് ആരുടെ പക്കലും മറുപടി ഉണ്ടായിരുന്നില്ല. ജനരോക്ഷവും സമ്മർദ്ദവും അത്രത്തോളം ഉയർന്നതുകൊണ്ട് ഇനി എന്തെങ്കിലും കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് ജനങ്ങൾ കരുതി. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. ലോക്കൽ തെലുങ്ക് മാധ്യമങ്ങളിൽ ചില വാർത്ത പ്രചരിക്കാൻ തുടങ്ങി. ആയിഷയ്ക്ക് സ്വന്തം അങ്കിളുമായി പ്രണയബന്ധമുണ്ടായിരുന്നുവെന്നും ആ പ്രണയ പകയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നും പെൺകുട്ടിയുടെ സ്വഭാവത്തെയും പ്രതിച്ഛായയെയും കളങ്കപ്പെടുത്തുക എന്നതായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യം. കാരണം ഒരമ്മയുടെയോ മകളുടെയോ സ്വഭാവം ചോദ്യം ചെയ്യപ്പെട്ടാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ സ്വയം നാണിച്ച് പിന്മാറുമെന്നവർ കരുതി. പോലീസും ഈ വഴിക്ക് അന്വേഷണം തിരിച്ചുവിട്ടു. ആയിഷയുടെ തെന്നാലിയിലുള്ള ബന്ധുക്കളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ആയിഷയുടെ അച്ഛൻ ക്യാമറകൾക്ക് മുന്നിൽ വീണ്ടും വന്ന് ഉറക്കെ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇങ്ങനെയുള്ളവരല്ല. എന്റെ മകൾക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ലായിരുന്നു. ഇതെല്ലാം പച്ചക്കള്ളമാണ്. ആയിഷയുടെ അമ്മ വിങ്ങിപ്പൊട്ടി. എന്റെ മകൾ കൊല്ലപ്പെട്ടതിനു ശേഷവും അവളെ ഇത്തരത്തിൽ അപമാനിക്കുകയാണ്. ഇതെത്ര വലിയ അനീതിയാണ്. എന്നാൽ ബന്ധുവിനെ ചുറ്റിപ്പറ്റിയുള്ള ആ കെട്ടുകഥ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പൊളിഞ്ഞു വീണു. യാതൊരു തെളിവോ ബന്ധമോ അതിലുണ്ടായിരുന്നില്ല. അത് വെറും ഒരു വായു ഗുളിക പോലെ പൊട്ടിപ്പോയി. പക്ഷെ പോലീസിന് ജനങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും ചെയ്തേ മതിയാകുമായിരുന്നുള്ളൂ. അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് ഒരാളെ പിടികൂടിയതായി പോലീസ് പ്രഖ്യാപിച്ചു. കൊലയാളിയെ പിടികൂടി എന്നായിരുന്നു പോലീസിന്റെ അവകാശവാദം. പേര് ശിവ അഞ്ജനേയലു. ഇതോടെ വിജയവാഡ നഗരം ഒന്ന് ആശ്വാസത്തിന്റെ നിശ്വാസം എടുത്തെങ്കിലും ആ ആശ്വാസത്തിന് ആയുസ് കുറവായിരുന്നു. ശിവ അഞ്ജനേയലുവിനെ വിജയവാഡയിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. രക്തപരിശോധനകളും കൈയക്ഷര പരിശോധനകളും നടത്തി. ദിവസങ്ങളും രാവുകളും കടന്നുപോയി. എന്നാൽ പോലീസിന് ഒന്നും കണ്ടെത്താനായില്ല. ആയിഷയുമായോ ഹോസ്റ്റലുമായോ ആ സംഭവ രാത്രിയുമായോ അയാൾക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഒടുവിൽ അയാളെയും പോലീസിന് വെറുതെ വിടേണ്ടി വന്നു. ശിവ അഞ്ജനേയലുവിന്റെ കഥ അവസാനിച്ചതോടെ പോലീസ് ഉപേന്ദ്ര സിംഗ് എന്ന മറ്റൊരു വ്യക്തിയെ കസ്റ്റഡിയിലെടുത്തു. മുൻപ് മറ്റൊരു കേസിൽ ഉൾപ്പെട്ടയാളായിരുന്നു ഇയാൾ. 15 ദിവസത്തോളം ചോദ്യം ചെയ്യലും രക്തപരിശോധനയും കൈയക്ഷര സാമ്പിളുകൾ ശേഖരിക്കലും നടന്നു. അത്രയും പരിശ്രമിച്ചിട്ടും വീണ്ടും ഒന്നും ലഭിച്ചില്ല. പോലീസിന് അയാളെയും വെറുതെ വിടേണ്ടി വന്നു. ഇതിനിടയിൽ കേസിന്റെ സമ്മർദ്ദം താങ്ങാനാകാതെ 3 പോലീസ് കമ്മീഷണർമാരാണ് മാറി മാറി വന്നത്. തുടർന്ന് പോലീസ് വ്യത്യസ്തമായ മറ്റൊരു ദിശയിലേക്ക് ചിന്തിച്ചു. രാജമുണ്ട്രി ജയിലിൽ ഗുർവിന്ദർ സിംഗ് ആനന്ദ് എന്നൊരു തടവുകാരനുണ്ടായിരുന്നു. ലഡ്ഡു എന്നായിരുന്നു അയാളുടെ വിളിപ്പേര്. ഒരു സ്ത്രീയോട് ക്രൂരത കാണിച്ച കേസിൽ ജയിലിൽ കഴിയുകയായിരുന്ന അയാൾ പോലീസിന്റെ കുറ്റവാളി പ്രൊഫൈലുമായി കൃത്യമായി ഒത്തുപോകുന്നയാളായിരുന്നു. അയാളെ വിജയവാഡയിൽ എത്തിച്ച് നിരവധി പരിശോധനകൾ നടത്തി. കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ കാൽപ്പാടുകൾ അയാളുടേതുമായി ഒത്തുപോകുന്നുണ്ടെന്ന് വരെ പോലീസ് അവകാശവാദം ഉന്നയിച്ചു. എന്നാൽ അതിലൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഡിസംബർ 27 ഈ പറയുന്ന ലഡ്ഡു ജയിലിലായിരുന്നു. ജയിൽ രേഖകളിൽ അത് കൃത്യമായി ഉണ്ടായിരുന്നു. അയാൾ അവിടെ നിന്ന് പുറത്ത് കടന്നിട്ടേ ഇല്ലായിരുന്നു. അതായത് ആ വഴി തെറ്റാണെന്ന് തെളിഞ്ഞു. 9 മാസങ്ങൾ ഇങ്ങനെ പോയി. ഏകദേശം 25 ലക്ഷം രൂപ ചിലവഴിച്ചു. 180-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസിന് വേണ്ടി പ്രവർത്തിച്ചു. 3 കമ്മീഷണർമാർ മാറി. എന്നിട്ടും പോലീസിന്റെ കൈകൾ ശൂന്യമായിരുന്നു. ആന്ധ്രാപ്രദേശ് പോലീസിന്റെ പേര് നാടെങ്ങും നാണം കെട്ടു. ജനങ്ങൾക്ക് നൽകാൻ പോലീസിന് ഏത് വിധേനയും ഒരു ഉത്തരം ആവശ്യമായിരുന്നു. 2008 ഓഗസ്റ്റ് മാസം 17 കൃഷ്ണ ജില്ലയ്ക്ക് സമീപമുള്ള അനസഗരം എന്ന ചെറിയൊരു ഗ്രാമം. അവിടെ സത്യം ബാബു എന്നൊരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. ദളിത് ക്രൈസ്തവ കുടുംബത്തിലെ പാവപ്പെട്ട ഒരു 24-കാരൻ. അമ്മയും അച്ഛനും ഒരു സഹോദരിയും അടങ്ങുന്നതായിരുന്നു കുടുംബം. ജീവിക്കാൻ മറ്റു വഴികളൊന്നും ഇല്ലാതിരുന്നതിനാൽ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന സത്യം ബാബു കൂലിവേല ചെയ്താണ് ജീവിച്ചത്. അയാൾക്ക് രാഷ്ട്രീയ ബന്ധങ്ങളോ വലിയ സ്വാധീനമുള്ള സുഹൃത്തുക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അയാൾക്ക് മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഗില്ലൻ ബാരെ സിൻഡ്രോം. ശരീരത്തിലെ നാഡീവ്യവസ്ഥയെ ശരീരം തന്നെ ആക്രമിക്കുന്ന ഒരു അപൂർവമായ നാഡീരോഗം. സത്യം ബാബുവിന്റെ 2 കാലുകളെയും ഈ രോഗം ബാധിച്ചിരുന്നു. അയാൾക്ക് കൃത്യമായി നിവർന്നു നിൽക്കാൻ പോലും കഴിയില്ല എന്ന് ഹൈദരാബാദിലെ നിസാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ നിംസ് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ ഔദ്യോഗിക രേഖകളും ഉണ്ടായിരുന്നു.
ആ വ്യക്തിയെയാണ് 2008 ഓഗസ്റ്റ് 17 ഒരു മൊബൈൽ ഫോൺ മോഷണ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടന്ന സംഭവങ്ങൾ കേട്ടാൽ ഇന്നും ആളുകൾ ഞെട്ടിപ്പോകും. സത്യം ബാബുവിന്റെ അറസ്റ്റിന് ശേഷം ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് അവകാശപ്പെട്ടു. മൊബൈൽ മോഷണത്തിനല്ല, മറിച്ച് ആയിഷയുടെ കൊലപാതകത്തിന്. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, ആയിഷ മീരയുടെ മൃതദേഹത്തിൽ നിന്നും ശേഖരിച്ച 3 സാമ്പിളുകളും സത്യം ബാബുവുമായി ഒത്തുപോകുന്നുണ്ടോ എന്ന്. അതെ, തീർച്ചയായും എന്നായിരുന്നു മറുപടി. ആ മുതിർന്ന ഉദ്യോഗസ്ഥൻ അപ്പോൾ സത്യം ബാബുവിനെ നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. കണ്ടിരുന്നെങ്കിൽ അയാളുടെ മനസ്സിൽ ഈ ചോദ്യം തീർച്ചയായും ഉയരുമായിരുന്നില്ല. നേരെ ചെവ്വേ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത ഈ മനുഷ്യനാണോ ലേഡീസ് ഹോസ്റ്റലിന്റെ 6 അടി ഉയരമുള്ള മതിൽ ചാടിക്കടന്ന് അകത്ത് കയറിയത്? പടികൾ കയറി 2ാം നിലയിലെത്തി മുറിയിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയുടെ അടുത്തെത്തി യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ അവളെ എടുത്ത് 40 അടി നീളമുള്ള ഇടനാഴിയിലൂടെ വലിച്ചിഴച്ച് അടുത്ത മുറികളിൽ മറ്റ് പെൺകുട്ടികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ബാത്റൂമിൽ എത്തിച്ച് ഈ ക്രൂരത ചെയ്ത ശേഷം ആരും അറിയാതെ രക്ഷപ്പെട്ടത്? പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾക്ക് പോലും ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങളാണിത്. എന്നിട്ടും അതെ, ഇവൻ തന്നെ എന്നുറപ്പിച്ച് പറഞ്ഞ് കേസ് മുന്നോട്ട് കൊണ്ടുപോയി. സത്യം ബാബുവിന്റെ അമ്മ മരിയ കോടതിക്ക് പുറത്ത് കണ്ണീരോടെ നിലവിളിച്ചു. ഒന്നും ചെയ്യാനാകാത്ത ഒരു പാവം വൃദ്ധ. സഹോദരി സത്യമ പിന്നീട് പറഞ്ഞു, എന്റെ സഹോദരനോട് ചെയ്യുന്നത് വലിയ തെറ്റാണ്. ഗ്രാമവാസികളും പോലീസിനോട് ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ആരും അത് കേട്ടില്ല. ഒരു പാവപ്പെട്ടവന്റെ വാക്കിന് ആര് വില കൽപ്പിക്കാൻ? സത്യം ബാബുവിന്റെ അറസ്റ്റ് വാർത്ത ആയിഷയുടെ മാതാപിതാക്കളായ ഷംഷാദ് ബീഗത്തിന്റെയും ഇഖ്ബാൽ ബാഷയുടെയും അടുത്തെത്തിയപ്പോൾ അവർക്കത് ഒട്ടും വിശ്വസിക്കാനായില്ല. സത്യം ബാബു അറസ്റ്റിലായ ആദ്യ ദിവസം മുതൽ തന്നെ ഇത് യഥാർത്ഥ കുറ്റവാളി അല്ല എന്ന് ആയിഷയുടെ മാതാപിതാക്കൾ പരസ്യമായി പറഞ്ഞു. സ്വന്തം മകൾക്ക് നീതി തേടി അലഞ്ഞ ആ മാതാപിതാക്കൾ ഇപ്പോൾ നിരപരാധിയായ മറ്റൊരു പാവപ്പെട്ടവന് വേണ്ടിയും ശബ്ദമുയർത്തുകയായിരുന്നു. സത്യം ബാബുവിന്റെ പക്കൽ പണമോ മറ്റു സ്വാധീനങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ നീതിക്ക് നിരക്കാത്ത എന്തോ ഇവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രമുഖ വക്കീലന്മാരായ ബോജ താരകം, പിച്ചുക ശ്രീനിവാസ്, ഇവർ സത്യം ബാബുവിന് വേണ്ടി കേസ് ഏറ്റെടുക്കുകയും കീഴ്ക്കോടതിയിൽ വാദിക്കുകയും ചെയ്തു. വക്കീലായ പിച്ചുക ശ്രീനിവാസ് വെളിപ്പെടുത്തിയത് ഈ കേസിന്റെ കറുത്ത യാഥാർത്ഥ്യമായിരുന്നു. മുൻപ് മൊബൈൽ മോഷണ കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന സത്യം ബാബുവിനെ പോലീസ് ലക്ഷ്യം വയ്ക്കുകയായിരുന്നു. കൊലപാതകം താൻ ചെയ്തതാണെന്ന് സമ്മതിച്ചാൽ വലിയ തുക നൽകാമെന്നവർ വാഗ്ദാനം ചെയ്തു. കുടുംബം പുലർത്താൻ ബുദ്ധിമുട്ടുന്ന ഏക വരുമാന മാർഗമായ ആ പാവം മനുഷ്യൻ അത് സമ്മതിച്ചു. വക്കീലിന്റെ വാദപ്രകാരം പിന്നീട് അയാളെ രാജമുണ്ടയിലേക്ക് മാറ്റി വ്യാജ തെളിവുകൾ ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും വക്കീൽ കോടതിയിൽ സമർപ്പിച്ചു. ആന്ധ്രാപ്രദേശ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി നേരിട്ട് സംസ്ഥാന പോലീസ് DGPയുടെ കീഴിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ആ ലാബിന്റെ ഡയറക്ടറായ ഡോക്ടർ വെങ്കനയ്യ വ്യാജ ഫോറൻസിക് റിപ്പോർട്ട് നൽകാൻ കൈക്കൂലി വാങ്ങിയ കേസിൽ പിന്നീട് ആന്റി കറപ്ഷൻ ബ്യൂറോ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതേ വ്യക്തി തന്നെയാണ് സത്യം ബാബുവിനെതിരായ ഫോറൻസിക് തെളിവുകൾ പരിശോധിച്ചത്. കോടതി രേഖകളിൽ വന്ന മറ്റൊരു സത്യം ബാബുവിന് മുൻപ് സ്ത്രീകളോട് അതിക്രമം കാണിച്ച യാതൊരു ക്രിമിനൽ ചരിത്രം ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറ്റപത്രത്തിൽ മുൻപ് നടന്ന മറ്റ് 2 സ്ത്രീ പീഡന കേസുകൾ കൂടി സത്യം ബാബുവിന്റെ പേരിൽ പോലീസ് കൂട്ടിച്ചേർത്തു. ആ കേസുകളിലെല്ലാം മുൻപ് പ്രതികൾ അജ്ഞാതർ എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും പിന്നീട് സത്യം ബാബുവിന്റെ പേര് FIRൽ തിരികെ കയറ്റുകയായിരുന്നു. പിന്നീട് 2 കേസുകളിലും ഹൈക്കോടതി സത്യം ബാബുവിനെ വെറുതെ വിട്ടു. വെറും ഒരു മൊബൈൽ മോഷണത്തിന് പിടിയിലായ ഒരു വ്യക്തിയെ ഒരൊറ്റ രാത്രി കൊണ്ട് വലിയൊരു ക്രിമിനലാക്കി മാറ്റുകയായിരുന്നു പോലീസ്. തുടർന്ന് സത്യം ബാബുവിനെ യഥാർത്ഥത്തിൽ GB സിൻഡ്രോം എന്ന രോഗമുണ്ടോ എന്ന് വൈദ്യ പരിശോധന നടത്താനും കോടതി ഉത്തരവിട്ടു. അങ്ങനെ അയാളെ ഹൈദരാബാദിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പരിശോധനകൾക്ക് ശേഷം തിരികെ വിജയവാഡയിലേക്ക് കൊണ്ടുവരുമ്പോൾ രാത്രിയിൽ ഒരു ധാബയ്ക്ക് മുന്നിൽ അവരുടെ വാഹനം നിർത്തി. തോക്കേന്തിയ 10ലധികം പോലീസുകാരുടെ സംഘം ഭക്ഷണം കഴിക്കാനായി താഴെ ഇറങ്ങി. സത്യം ബാബുവിനെ വാഹനത്തിൽ തന്നെ ഇരുത്തി. പോലീസുകാർ തിരികെ എത്തിയപ്പോൾ സത്യം ബാബുവിനെ അവിടെ കണ്ടില്ല. അയാൾ കാണാതായി. അവിടെ നിന്ന് അയാൾ ഓടിപ്പോയി എന്നായിരുന്നു പോലീസിന്റെ ഔദ്യോഗികമായ പത്രക്കുറിപ്പ്. തളർവാദം ബാധിച്ച ഒരു മനുഷ്യൻ രാത്രിയിൽ പരിശീലനം ലഭിച്ച 10 പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് എങ്ങനെ ഓടിപ്പോകാനാണ്? ഇത് ഒരു ഫേക്ക് എൻകൗണ്ടർ പദ്ധതിയാണെന്ന് ദളിത് സംഘടനകൾ പരസ്യമായി ആരോപിച്ചു. പുറത്തിറക്കി വെടിവെച്ച് കൊല്ലുക, കേസും അവസാനിക്കും, ആളും അവസാനിക്കും. വിജയവാഡ പോലീസ് ഡിപ്പാർട്ട്മെന്റ് 11 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഒരു സബ് ഇൻസ്പെക്ടർ, 2 ഹെഡ് കോൺസ്റ്റബിൾ, 8 കോൺസ്റ്റബിൾമാർ. വെറുമൊരു അശ്രദ്ധയുടെ പേരിൽ മാത്രം വകുപ്പിനുള്ളിൽ ഇത്രയും വലിയൊരു നടപടി ഉണ്ടാകില്ലല്ലോ. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കകം സത്യം ബാബുവിനെ കൃഷ്ണ ജില്ലയിൽ നിന്ന് തന്നെ പോലീസ് വീണ്ടും പിടികൂടി. അയാൾ എങ്ങോട്ടും പോയിരുന്നില്ല. കാരണം അയാൾക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ലായിരുന്നു. തുടർന്ന്
ആ ദിവസം എത്തി. 2010 സെപ്റ്റംബർ 29 വിജയവാഡ മഹിളാ കോടതി. ദളിത് സംഘടനകൾ, മഹിളാ സംഘടനകൾ, പ്രാദേശിക മാധ്യമങ്ങൾ എന്നിവരെല്ലാം തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു അവിടെ. സത്യം ബാബുവിന്റെ കേസിൽ അന്ന് വിധി പ്രഖ്യാപിക്കുകയാണ്. സത്യം ബാബു ജഡ്ജിയോട് പറഞ്ഞു, ഇതെല്ലാം ചെയ്തത് ഞാനാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലൂ. എന്നാൽ ഞാൻ നിരപരാധിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ വെറുതെ വിടും. പക്ഷേ വിധി പറയുന്നതിന് മുൻപ് എന്റെ അമ്മയെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചും ഒന്ന് ചിന്തിക്കണം. തുടർന്ന് ജഡ്ജി വിധി പ്രഖ്യാപിച്ചു. 2 കുറ്റങ്ങളിലും സത്യം ബാബു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. സത്യം ബാബുവിന്റെ അമ്മ മരിയമ്മയ്ക്ക് ഇത് താങ്ങാനായില്ല. ആയിഷയുടെ അമ്മ ഷംഷാദ് ബേഗം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇത് തെറ്റായ ആളാണ്. എന്റെ മകളുടെ യഥാർത്ഥ കൊലയാളി ഇപ്പോഴും സ്വതന്ത്രനായി നടക്കുകയാണ്. ആ വിധി ദിവസം ആന്ധ്രാപ്രദേശിൽ 2 കുടുംബങ്ങളാണ് കണ്ണീരിലായത്. 1 അനീതിക്ക് ഇരയായ കുടുംബം, 2 അനീതിക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന കുടുംബം. സത്യം ബാബുവിനെ രാജമുണ്ട്രി സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അയാൾ ജയിലിലായ ഉടൻ തന്നെ അയാളുടെ അച്ഛൻ മരണപ്പെട്ടു. അയാളുടെ അറസ്റ്റിന് ശേഷം അമ്മയും സഹോദരിയും തികച്ചും ഒറ്റപ്പെട്ടു. വീട്ടിൽ മറ്റ് വരുമാന മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജയിൽവാസത്തിനിടയിൽ സത്യം ബാബുവിന്റെ രോഗം കൂടുതൽ ഗുരുതരമായി. എന്റെ സഹോദരൻ മുൻപ് ഭേദപ്പെട്ട നിലയിലായിരുന്നു. എന്നാൽ പോലീസ് പിടികൂടിയതിനു ശേഷമാണ് അവന്റെ അവസ്ഥ ഇത്രയും മോശമായത്. ഇങ്ങനെ സഹോദരിയായ സത്യമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ പുറം ലോകത്ത് ആയിഷയുടെ മാതാപിതാക്കൾ തുടക്കം മുതലേ ആരോപിച്ചിരുന്ന പുനേരു സതീഷ് യാതൊരു തടസ്സങ്ങളുമില്ലാതെ സ്വതന്ത്രനായി ജീവിക്കുകയായിരുന്നു. ഇതിനിടയിൽ സത്യം ബാബുവിന്റെ അമ്മയും സഹോദരിയും താമസിച്ചിരുന്ന ചെറിയ കുടിലിൽ മിന്നലേറ്റ് തീ പിടിച്ചു. ആകെ ഉണ്ടായിരുന്ന ചെറിയ സമ്പാദ്യം മുഴുവനും ആ തീയിൽ ചാമ്പലായി. അവരെ ആശ്വസിപ്പിക്കാൻ പോലും സത്യം ബാബു കൂടെ ഉണ്ടായിരുന്നില്ല. കാരണം ചെയ്യാത്ത കുറ്റത്തിന് അവൻ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. സത്യം ബാബുവിനെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട് 2010 ഒക്ടോബർ മാസം 28 അപ്പീൽ നൽകിയെങ്കിലും 7 വർഷത്തോളം ആ ഹർജി കെട്ടിക്കിടന്നു. ഒടുവിൽ 2017 മാർച്ച് മാസം 31 ഹൈദരാബാദ് ഹൈക്കോടതി സത്യം ബാബുവിനെ പൂർണ്ണമായും വെറുതെ വിട്ടു. കോടതി നിരീക്ഷിച്ചു. തെളിവുകളുടെ വിശ്വാസ്യതയിൽ കടുത്ത സംശയങ്ങളുണ്ട്. ബയോളജിക്കൽ സാമ്പിളുകൾ കൃത്യമായി സൂക്ഷിക്കുകയോ സീൽ ചെയ്യുകയോ ലേബൽ ചെയ്യുകയോ റെഫ്രിജറേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഈ തെളിവുകളൊന്നും വിശ്വസനീയവുമല്ല. അതുമാത്രമല്ല, ആന്ധ്രാപ്രദേശ് സർക്കാർ സത്യം ബാബുവിന് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു. തനിക്കുണ്ടായ അനീതിക്കെതിരെ കേസെടുക്കാൻ സത്യം ബാബുവിന് കോടതി അനുമതി നൽകി. കോടതി മുറിക്ക് പുറത്ത് സത്യം ബാബുവിന്റെ സഹോദരി മാധ്യമങ്ങളോട് വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു, ഈ വിധിയെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? എന്റെ ചേട്ടന് നീതി ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഇത്രയും വൈകി ലഭിച്ചിട്ട് എന്ത് കാര്യം? ഞങ്ങൾക്ക് ബന്ധുക്കൾ ആരുമില്ലായിരുന്നു. ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നതുകൊണ്ട് മാത്രം എൻ്റെ സഹോദരന് ഇനി ജീവിതം ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. ആയിഷയുടെ മാതാപിതാക്കളും മാധ്യമങ്ങളോട് പറഞ്ഞു, സത്യം ബാബുവിന് 1 ലക്ഷമല്ല 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. 2017 ഏപ്രിൽ മാസം 1 വിധി വന്ന അടുത്ത ദിവസം സത്യം ബാബു രാജമുണ്ട്രി സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. വലിയ സ്വീകരണങ്ങളോ ആഘോഷങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. തളർന്നുപോയ തകർന്ന ഒരു മനുഷ്യൻ. 8 വർഷത്തെ ജയിൽവാസം. അതിനിടയിൽ അച്ഛൻ മരിച്ചു, അമ്മ രോഗിയായി, സഹോദരി ഒറ്റപ്പെട്ടു, വീട് കത്തി നശിച്ചു. പകരമായി ലഭിച്ചത് വെറും 1 ലക്ഷം രൂപ. അയാൾ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു മാധ്യമ പ്രവർത്തകൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സത്യം ബാബു പറഞ്ഞു, 8 വർഷം ഞാൻ ജയിലിൽ കിടന്ന് വിദൂര വിദ്യാഭ്യാസം വഴി ബിരുദം പൂർത്തിയാക്കി മെറ്റൽ വർക്ക് പഠിച്ചു. എന്നാൽ നഷ്ടപ്പെട്ടു പോയ എൻ്റെ അച്ഛൻ, എൻ്റെ യൗവനം, എൻ്റെ ആരോഗ്യം അതൊന്നും ഇനി തിരിച്ചു കിട്ടില്ലല്ലോ. തുടർന്ന് അയാൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ കഥയിലെ ഏറ്റവും അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു അത്. ഞാൻ നീതിക്കായി ഒരുപാട് കാലം കാത്തിരുന്നു. എൻ്റെ കാത്തിരിപ്പ് അവസാനിച്ചു. എന്നാൽ ആയിഷയുടെ മാതാപിതാക്കൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. എന്നെങ്കിലും അവർക്കും നീതി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അവർ അനുഭവിച്ച വേദന വളരെ വലുതാണ്. ചെയ്യാത്ത കുറ്റത്തിന് 8 വർഷം ജയിലിൽ കിടന്ന ഒരു മനുഷ്യൻ പുറത്തിറങ്ങിയപ്പോൾ ആയിഷയുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കേസ് ഫയലുകൾ പരിശോധിച്ച അവർ ട്രയൽ കോടതിയിലെത്തിയപ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കണ്ടെത്തി. ട്രയൽ കോടതിയിലെ റെക്കോർഡുകളിൽ നിന്ന് സത്യം ബാബുവിന്റെ കേസ് ഫയൽ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിരുന്നു. സത്യം ബാബുവിന്റെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് ഫയൽ നശിപ്പിക്കപ്പെട്ടത്. അതായത് അപ്പീൽ മുകളിലേക്ക് പോയപ്പോൾ താഴെ കോടതിയിലുള്ള ഫയലുകളെല്ലാം അപ്രത്യക്ഷമായി. 2018 ഒക്ടോബറിൽ SIT ഈ വിവരം ഹൈക്കോടതി അറിയിച്ചു. ഇതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടു. 2018 നവംബർ 29 കേസ് CBIക്ക് കൈമാറി. കൊലപാതകത്തിനും രേഖകൾ നശിപ്പിച്ചതിനും CBI പുതിയ FIR രജിസ്റ്റർ ചെയ്തു.
ആന്ധ്രാപ്രദേശ് പോലീസിനിടയിൽ ഈ കേസ് ഒരു ന്യൂക്ലിയർ ബോംബ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കാരണം ഇതിൽ തൊടുന്ന ഉദ്യോഗസ്ഥരുടെ കരിയറിൽ എന്നേക്കുമായി കറ വീഴുമായിരുന്നു. എങ്കിലും CBI അന്വേഷണം ആരംഭിച്ചു. അവർ അനസഗരം ഗ്രാമത്തിലെ സത്യം ബാബുവിന്റെ വീട്ടിലെത്തി അയാളെ വീണ്ടും ചോദ്യം ചെയ്തു. അയാൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു. തുടർന്ന് CBI ഗുഡ്ഡവല്ലി ഗ്രാമത്തിലെ പുനേരു സതീഷിന്റെ വീട്ടിലെത്തി. ആയിഷയുടെ മാതാപിതാക്കൾ ആരോപിച്ച ആ വ്യക്തി. CBI സംഘം വിശദമായ മൊഴികൾ രേഖപ്പെടുത്തുകയും 7 പേരെ പ്രധാനപ്പെട്ട സംശയാസ്പദരായി നിശ്ചയിക്കുകയും ചെയ്തു. ആയിഷയുടെ ഹോസ്റ്റൽ വാർഡൻ, അവരുടെ ഭർത്താവ്, ആയിഷയുടെ റൂംമേറ്റുകൾ, കുനേരു സതീഷും അയാളുടെ കൂട്ടുകാരും. ഈ 7 പേരെയും നാർക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് CBI കോടതിയിൽ ഹർജി നൽകി. അതായത് മരുന്ന് നൽകി വ്യക്തിയെ പൂർണ്ണ ബോധാവസ്ഥയിൽ അല്ലാതെ നിർത്തി കള്ളം പറയാൻ കഴിയാത്ത വിധത്തിൽ ചോദ്യം ചെയ്യുന്ന നാർക്കോ അനാലിസിസ് ടെസ്റ്റ്. എന്നാൽ CBI സമർപ്പിച്ച ഈ ഹർജി കോടതി തള്ളി. കാരണം വ്യക്തിയുടെ പൂർണ്ണ സമ്മതം ഇല്ലാതെ ഇത്തരം പരിശോധനകൾ നടത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. സമ്മതം ലഭിച്ചതാകട്ടെ ഹോസ്റ്റൽ വാർഡന്റെയും ഭർത്താവിന്റെയും മാത്രമായിരുന്നു. കുനേരു സതീഷോ അയാളുടെ കൂട്ടുകാരോ ആയിഷയുടെ റൂംമേറ്റുകളോ ഇതിന് സമ്മതിച്ചില്ല. 2019 ഡിസംബർ 14 സംഭവം നടന്ന് 12 വർഷങ്ങൾ കടന്നുപോയി. കോടതി ഉത്തരവിനെ തുടർന്ന് CBI ആയിഷയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്തു. ഖബറിൽ നിന്ന് പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. 2007 ലഭ്യമല്ലാതിരുന്ന എന്നാൽ 2019 സാധ്യമായ അത്യാധുനിക DNA സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരുന്നു പരിശോധന. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാനാകാത്ത വേദനയായിരുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകൾ വീണ്ടും ലബോറട്ടറി ടേബിളിൽ തെളിവായി കിടക്കുന്നു. ഷംഷാദ് ബീഗം ഇതിനെക്കുറിച്ച് പറഞ്ഞു. വീട്ടിലെ മുതിർന്നവർ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് സമ്മതിച്ചില്ല. എന്നാൽ 2019 ഡിസംബർ 14 കോടതി ഉത്തരവ് വന്നതോടെയാണ് ഇത് സംഭവിച്ചത്. 1 മാസത്തിനകം ഈ റിപ്പോർട്ട് വരുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും 4 വർഷങ്ങൾ കടന്നുപോയിട്ടും റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടില്ല. അങ്ങനെ 14 വർഷങ്ങൾ പൂർത്തിയായി. അധ്യാപക ദമ്പതികളായ ഷംഷാദ് ബീഗവും ഇക്ബാൽ ബാഷയും തങ്ങളുടെ ലളിതമായ ജീവിതത്തിൽ സന്തുഷ്ടരായിരുന്നു. എന്നാൽ ഇപ്പോൾ കോടതി മുറികളും ഹർജികളും വക്കീലന്മാരും ക്യാമറകളും മാത്രമായി അവരുടെ ജീവിതം മാറി. അവർക്ക് രാഷ്ട്രീയ പിൻബലം ഒന്നും ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ തുച്ഛമായ ശമ്പളത്തിൽ നിന്നാണ് അവർ ഈ നിയമ പോരാട്ടങ്ങളെല്ലാം നടത്തിയത്. ഇക്ബാൽ ബാഷ പറഞ്ഞു, ഞങ്ങൾ സാധാരണ പ്രൈവറ്റ് ജീവനക്കാരാണ്. വലിയ സ്വത്തുക്കളൊന്നും ഞങ്ങളുടെ പക്കലില്ല. ആകെയുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യം മുഴുവനും ഈ പോരാട്ടത്തിൽ തീർന്നു. അങ്ങനെ 2021 ആയിഷയുടെ കുടുംബം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ND രമണയ്ക്ക് ഒരു കത്തെഴുതി. കത്തിൽ അവർ വ്യക്തമായി കുറിച്ചു, 14 വർഷങ്ങളായി യാതൊരു പുരോഗതിയുമില്ല. അവർ നിർഭയ കേസിനെ കുറിച്ചും 2019 ഹൈദരാബാദിലെ ദിശ കേസിനെ കുറിച്ചും പരാമർശിച്ചു. പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ആന്ധ്രാപ്രദേശ് സർക്കാർ രാപ്പകലില്ലാതെ ദിശ ആക്ട് പാസാക്കിയെങ്കിൽ ആയിഷയ്ക്ക് മാത്രം എന്തുകൊണ്ട് നീതി ലഭിച്ചില്ല എന്നവർ ചോദിച്ചു. തുടർന്ന് ആ കത്തിൽ ഒരമ്മ എഴുതിയ ഒരു വരി ഇതായിരുന്നു: ഇനി പോരാടാൻ എൻ്റെ ശരീരത്തിൽ ഇനി ഊർജമൊന്നും ബാക്കിയില്ല. 14 വർഷം പോരാടിയ ഒരമ്മ. സത്യം ബാബു ജയിലിലായിരുന്നപ്പോൾ അവന് വേണ്ടിയും ശബ്ദമുയർത്തിയ അമ്മ. എല്ലാ ക്യാമറകൾക്ക് മുന്നിലും മകളുടെ പേര് ഉറക്കെ പറഞ്ഞ, മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചോദ്യങ്ങൾ ഉയർത്തിയ ആ അമ്മ ഒടുവിൽ തളർന്നുപോയി. 2025 ജൂൺ മാസത്തിൽ CBI കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. തീവ്രമായ ശ്രമങ്ങൾ നടത്തിയിട്ടും നിയമപരമായി നിലനിൽക്കുന്ന യാതൊരു തെളിവുകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനാൽ ഈ കേസിൽ ഏതെങ്കിലും വ്യക്തിക്കെതിരെ വിചാരണ സാധ്യമല്ല. അങ്ങനെ ഔദ്യോഗികമായും നിയമപരമായും ആ കേസ് എന്നേക്കുമായി അവസാനിപ്പിച്ചു. ആരും ശിക്ഷിക്കപ്പെട്ടില്ല. ആർക്കെതിരെയും കുറ്റപത്രം പോലും ഉണ്ടായില്ല. എന്നാൽ ഒരു കാര്യം മാത്രം ബാക്കി: ആയിഷയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ. തെളിവുകളുടെ പേരിൽ അതിപ്പോഴും കോടതിയുടെ കസ്റ്റഡിയിലായിരുന്നു. ഷംഷാദ് ബീഗം അവസാനമായി ഒരിക്കൽ കൂടി കോടതിയെ സമീപിച്ചു. എൻ്റെ മകളുടെ അവശിഷ്ടങ്ങൾ എനിക്ക് തിരികെ തരണം. ഞങ്ങളുടെ മതവിശ്വാസ പ്രകാരം ഞങ്ങൾക്ക് അവളുടെ കബറടക്കം നടത്തണം. അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. കോടതി അതിന് ഉത്തരവിട്ടു. 2026 ഫെബ്രുവരി 27 ആയിഷയുടെ ജന്മനാടായ തെന്നാലിയിൽ വെച്ച് സർക്കാർ സുരക്ഷയോടെ ആയിഷയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ മാതാപിതാക്കൾക്ക് കൈമാറി. 18 ദീർഘവർഷങ്ങൾക്ക് ശേഷം ഡിസംബർ 26 ആ ഭയാനകമായ രാത്രിക്ക് ശേഷം ഒടുവിൽ ആ മകൾ തൻ്റെ അമ്മയുടെ കൈകളിലേക്ക് മടങ്ങിയെത്തി, സ്വന്തം നാടായ തെന്നാലിയിൽ. ഇതായിരുന്നു ആയിഷ മീരയുടെ കേസ്. ഇതുവരെ തെളിയിക്കപ്പെടാത്ത, ഇനി ഒരു പക്ഷേ ഒരിക്കലും തെളിയിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഇന്ത്യയിലെ ഏറ്റവും ദാരുണമായ ഒരു കേസ്. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സത്യത്തിൽ ആയിഷ മരിച്ചത് എങ്ങനെയാണ്? അവളെ കൊന്നത് ആരാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.